വാസുട്ടി 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 എടേ ഒന്ന് എഴുന്നേറ്റ് കുളിക്കട, അവിടെ സമയമായി. നീ എന്ത് കളിയെ കളിക്കണ? രാഹു കാലത്തിന് മുമ്പ് അവിടെ എത്തണ്ടേ? നീ അത് മുഴുവൻ എടുത്ത് കുടിച്ചാ ഇന്നലെ രാത്രി. പരീക്ക് ഇത് എഴുന്നേക്കണല്ലോട്ടാ. മാനം പോകും എന്റെ പറയണ കേക്ക്. രാജേഷിന്റെ കുറ്റി അടിച്ചു കൊടുക്കണ്ടേ? എന്തിനാണ് ഇവൻ വന്നേക്കണേന്ന് വല്ല ഓർമ്മയുണ്ട? കള്ള് കുടിക്കാൻ വന്നതല്ല, പണിയുണ്ട്. അരമണിക്കൂറല്ലേ വിളിക്കാൻ തുടങ്ങിയിട്ട്? എന്താ എനിക്ക് പണിക്ക് വന്നല്ലേ? ആ ചക്ക അഡ്വാൻസ് മേടിച്ചിട്ട് എനിക്ക് നാളെ വട്ടം കളിക്കാറുണ്ട്. എന്തിനാണ് ഈ ജാതി സാധനങ്ങളായിട്ട് നടക്കണത്? എന്തിനാ അവനക്ക് ഈ പണി വെച്ചോടുത്ത് മനുഷ്യനെ മക്കളാക്കാനായിട്ട്? അരമണിക്കൂർ നേരം ഇനിയിപ്പോ അവനെ വിളിക്കണേ. എന്താ കളിക്കാക്കണേ? എന്റെ കണ്ണുമത് ആരാ നമ്മളൊന്ന് മനസ്സിലായിട്ടില്ല അവനക്ക്. കണ്ണു വന്നിരിക്കണോക്ക് ശരിയാവില്ലേട്ടാ. ഞാൻ എന്റെ കണ്ണും വന്ന് നോക്ക്. ഇപ്പൊ കൊണ്ടായിണ്ടെങ്കിൽ അവരെ അടിച്ചു വാങ്ങും. ഓനെ കൊണ്ടിച്ച് പോയി അടി ഉറപ്പാണ്. നടക്കൂല. അല്ല ഇതാരപ്പത് മുഴുവനാക്കിയത്? അത് രാത്രി എണീറ്റ് അടിച്ചിട്ടുണ്ടാവൻ. അല്ലെങ്കിൽ ഇത് പകുതിയോളം നമ്മള് കഴിച്ചു വെച്ചല്ലേ എന്നല്ലേ? നന്നായിണ്ട്. അപ്പൊ ഇഞ്ഞ് നോക്കണ്ട, ഇന്ന് ഓനെ എണീക്കൂല. സൂട്ടി നീ എഴുന്നേക്കണ്ട. അവിടെ 8 മണിക്ക് ചെല്ലണോടാ. 8 മണിക്ക് അവിടെ ഇതൊന്നും നടക്കില്ല. വരിക ഒന്ന് എന്നെ സഹായിക്കാൻ പറ്റുമോ? എന്നെ സഹായിക്കും ഞാന്. വരിക ഇന്ന് വരെ ഞാൻ ഒരാളോട് വാക്ക് പറഞ്ഞിട്ട് എനിക്ക് തെറ്റിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. ഈ ഇവന്റെ ഒരുത്തന്റെ വാക്ക് കേട്ടിട്ടാ ഞാൻ അവനോട് അഡ്വാൻസ് മേടിച്ച. അവനവിടെ മേസരീനെ പണിക്കാരെല്ലാവരെയും നിർത്തിയിട്ട് രാഹുകാലം കഴിയുമ്പോ ചെല്ലാൻ വണ്ടി വിട്ടേക്കാണ്. വേറെ നാട്ടിൽ കിടന്ന് തല്ലുകൊള്ളേണ്ടി വരും. കരഞ്ഞിട്ടെന്താ കാര്യം ചോദിച്ചു? ഞാൻ എന്ത് കാട്ടു? ഞാൻ പറഞ്ഞ എന്ത് സഹായിക്കും പറഞ്ഞേ? നമുക്ക് രണ്ടുപേരും കൂടി വന്ന് കുറ്റി അടിച്ചാല. ഞാൻ വരെ കുറ്റടിക്കാനോ? എന്റെ വേലിക്കും കൂടി ഒരു കുറ്റടിക്കാത്ത ആളാണ് ഞാൻ. എന്റെ ജോസൈജ് വെറുതെ മനസ്സിനാണക്കല്ലേ. വരിക ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ഞാൻ അവൻ്റെ കൂടെ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുള്ളതാണ്. അവിടുത്തെ മേസരി ഉണ്ടാവും, അയാളെല്ലാ കാര്യങ്ങളും ചെയ്തോളും. നമ്മ അത് ഇത് ചെയ്യുന്നൊക്കെ ഒന്ന് പറഞ്ഞാ മതി. എനിക്കതിനൊന്നും പറയാൻ കിട്ടൂലോ. ഇതിലേ അവന്റെ ബാഗില് ബുക്കുണ്ട്, അതിന്റെ ശാസ്ത്രത്തിന്റെ. അതും ഒന്ന് വായിക്കാൻ, ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം, യൂട്യൂബിലും കാണിച്ചു തരാം. അതൊന്ന് പഠിച്ചിട്ട് വെറുതെ ഒരാളായിട്ടൊന്ന് നിന്ന് തന്നാ മതി. ബാക്കിയൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. ഇവര് പറഞ്ഞ ഒരു ജാതി ഭാഷ എനിക്കറിയൂല. വല്ല ഖുറാനിലുള്ള എന്തിലൊക്കെ വെച്ചാൽ വേണമെങ്കിൽ 1-2 പറയാന്നല്ലാണ്ട് ഇതൊന്നും കിട്ടൂല. അങ്ങനെ ഒന്നുമില്ല. ഇങ്ങനെ നിക്കുക, ആ ദക്ഷിണ വരുമ്പോ ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. അനക്ക് ഇതൊന്നും പറയാൻ കിട്ടുമോ? പിന്നെ എനിക്കറിയാല്ല. പിന്നെ പരിചയക്കാരുടെ ഭാഷ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. ഭാഷ പറഞ്ഞാല് ഈ മുസ്ലിം ഭാഷ അധികം കയറി വരാതെ ഒരു ആചാര്യൊക്കെ പറഞ്ഞ പോലത്തെ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഇപ്പൊ പറയണത് മുസ്ലിം ഭാഷയാണ്. അങ്ങനെ ഇല്ല, ഒരു ചെറിയൊരു ലാഞ്ചന ഉണ്ട്, അതിന്റെയാണ്. ഇപ്പൊ പറഞ്ഞ കുഴപ്പമുണ്ടോ? ഇതാ കുഴപ്പം. കുഴപ്പമല്ല, കുഴപ്പമെന്ന് പറയണം. ആകെ കുഴപ്പമാവല്ലോ പഠിച്ചോനെ. അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ എന്തെങ്കിലും അപശബ്ദം, എന്തെങ്കിലും പറ്റാത്ത ഇക്ക പറയണമെങ്കിൽ ഞാൻ കേൾപ്പിക്കും. അപ്പൊ അതങ്ങടെ ഉരുണ്ട് അതങ്ങാട് വിഴുങ്ങി കളഞ്ഞേക്കണം. ഇവരൊന്നും ചെയ്യാൻ പറ്റൂല അല്ലേ? കൊണ്ടുപോകാൻ പറ്റൂലോ. നടക്കൂല, ഒരു പണി ചെയ്യാം. ഞാൻ എങ്ങനെ ഞാനിത് ഇവര് എന്തൊക്കെ ഒരു ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാ. പരീക്ഷ ഐശ്വര്യമായിട്ട് ഇതൊന്നിട്. കുളിച്ചതല്ലേ? ഐശ്വര്യമായിട്ട് ഇതിട്. ബാക്കിയൊക്കെ ഞാൻ പറയണ പോലെ ചെയ്താൽ മതി. ഇത് ഞാൻ പറഞ്ഞ എനിക്ക് തരാ. അത് ഇടൊന്ന് പരിഹരിക്ക. കിട്ടോ കിട്ടും.
പടച്ച റബ്ബെ കുടുങ്ങിയല്ലോ അമ്മ. അതെ എന്തെങ്കിലും ഇത് പറ്റില്ലെന്നുണ്ട ഞാൻ ഓടുട്ടാ. ഒന്നും പറ്റൂല പരീക്ക്, ഇത് ഒരുപാട് ചെയ്തിട്ടുള്ളതല്ലേ പരീക്ക്. അത് ഇട് ഒന്ന് ഇട്ടുണ്ട് വന്നേ, ഞാനൊന്ന് ഡ്രസ് ചെയ്യട്ടെ. അമ്മേ അയ്യോ എന്ത് മോളെ? വാസുട്ടേട്ടൻ വിളിച്ചാ? എന്നെ വിളിച്ചില്ല, അവളെ വിളിച്ച് എന്തൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ട്. ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല. ആരെ? ഇക്കാന. നമുക്ക് തൃശ്ശൂർ പോയിരിക്കുന്നല്ലോ, ചിലപ്പോ റേഞ്ച് കാണത്തില്ല. അതിപ്പോ അവര് അവിടെ പോയി സ്ഥാനമൊക്കെ നോക്കി ഇങ്ങനെ വരുമായിരിക്കും രാഹുകാലത്തിന് മുമ്പ്. സ്ഥാനോ? അല്ല, അത് ഈ കയലിയൊക്കെ വാങ്ങിക്കണ്ടേ, അപ്പൊ ഈ ലാഭമുള്ള കച്ചവടമല്ലേ, അപ്പൊ ഈ രാഹുകാലത്തിന് മുമ്പ് ഞെത്തി വേണ്ടേ, അപ്പൊ ആ സ്ഥാനമൊക്കെ നോക്കി കയലി എവിടെയാണെന്നൊക്കെ അറിയണ്ടേ, അതിന്റെ സ്ഥാനമൊക്കെ നോക്കിട്ട് അവരിങ്ങ് വരും. മോള് വിഷമിക്കണ്ട. രാഹുകാലോ? ആ അയ്യോ, നല്ല ലാഭമുള്ള കച്ചവടമല്ലേ, അപ്പൊ രാഹുകാലം നോക്കണ്ടേ. ആ അയ്യേ മോള് വിഷമിക്കണ്ട. മോള് വല്ലതും കഴിച്ചായിരുന്നാ? ഇല്ല. എന്നാ പിന്നെ കഴിക്കാൻ വരുന്നാ? ഇല്ല, ഞാൻ അയ്യോ വിഷമിക്കണ്ട. എന്തിനാ ഇങ്ങനെ മുഖം വല്ലാതിരിക്കുന്നത്? സന്തോഷത്തോടെ പോവാലും. മക്കള് പോ.